ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി മന്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബീഫ് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കാണ് കേട്ടോ. 1 കപ്പ് ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയിലയും 1/4 കപ്പ് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ചെറിയ പീസ് പട്ട, 3 ഏലക്കായ, പിന്നെ 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ജീരകപ്പൊടിയാണ് കേട്ടോ. 2 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ആയതുകൊണ്ടാണ് കേട്ടോ കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മന്തി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാഗി ക്യൂബാണ്. ഞാനിവിടെ ചിക്കൻ്റെ മാഗി ക്യൂബാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബീഫിൻ്റെ ഇട്ടുവാണെങ്കിൽ അതും എടുക്കാം. ഇവിടെ 2 പീസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചെറിയ 2 പീസ്. അതും കൂടി ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഉപ്പ് നല്ലപോലെ ഉണ്ടാവും മാഗി ക്യൂബിൽ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച ബീഫാണ്. 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോന് കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്തിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ലപോലെ മസാല പിടിക്കട്ടെ. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ അങ്ങനെ വെക്കാം, പുറത്ത് വെക്കുന്നതെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ഇത് ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. സെല്ല ബസ്മതി റൈസ് ആണെങ്കിൽ അതും എടുക്കാം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. 3-4 തവണ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വെള്ളമൊഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെക്കാം. പിന്നെ ഇത് 2 മണിക്കൂറിന് ശേഷം ഞാൻ ബീഫ് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ വശത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പോലെ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെക്കുക. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെക്കുക. എന്നിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഫ്രീസറിൽ വെച്ച ബീഫാണെങ്കിൽ ഒരു 25 മിനിറ്റ് വരെങ്കിലും വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, എനിക്ക് ഇത്രയും നീര് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത്രയും വന്നതുകൊണ്ട് ഞാൻ വറ്റിക്കുന്നില്ല, കുറച്ചൊന്ന് ഇതാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചോറ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം തന്നെ വെക്കാം. നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ചോറ്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാകുന്നത് വരെ വെക്കണം. അപ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ഏലക്കായ, 2 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചോറിൽ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറയുകയും ചെയ്യരുത്, കൂടുകയും ചെയ്യരുത്. കുറഞ്ഞാലും കൂടിയാലും ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഈ വെള്ളം നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാഷ് ചെയ്ത് വെച്ചിട്ട് ഊറ്റിയെടുത്ത് അരി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകരുത്. അപ്പോൾ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതെല്ലാം ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മസാലയുടെ ഇതാ കുറച്ച് ഞാനൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വറ്റിക്കരുത് കേട്ടോ, നീര് ഒരുപാടങ്ങ് പോകരുത്. എന്നിട്ട് ഇതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ് ദമ്മിടുന്ന സമയത്തും ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. മസാല ആയതിനു ശേഷം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഞാനിത് 1 ലെമണിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുക്കറിൽ തന്നെ ദം ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊന്ന് ഇളക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെന്നേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കാം. കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാടങ്ങ് ഇടണ്ട. അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് നോക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഫുഡ് കളറ്, റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. കാണാൻ വേണ്ടി നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ച് ചോറിട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ഫുഡ് കളർ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. യെല്ലോ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒരുപാടങ്ങ് ചേർക്കണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്മോക്കി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചാർക്കോൾ കത്തിച്ചിട്ട് വെക്കാം കേട്ടോ. ഞാനൊരു 3-4 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. പച്ചമുളകൊക്കെ കുത്തി വെക്കാം കേട്ടോ. ഇനി ഇത് പതിയെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോക്കി ടേസ്റ്റ് വേണമെങ്കിൽ ചാർക്കോൾ വെച്ച് കൊടുക്കാം കേട്ടോ, ഞാൻ വെക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.